السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട ജാബിർ തങ്ങൾ, ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങി ഞാൻ എല്ലാവരെയും പേരിങ്ങനെ പറയണില്ല. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, സുന്നി സെൻ്ററിൻ്റെയും ഇസ്ലാമിക് സെൻ്ററിൻ്റെയും ഒക്കെ ഭാരവാഹികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനെ അതിൻ്റെ യഥാവിധം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ, അത് പ്രചരിപ്പിക്കാൻ, അതിൻ്റെ വക്താക്കളാവാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. ആദർശ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ, എൻ്റെ മുന്നേ സംസാരിച്ച ജാബിർ ഉദവി പറഞ്ഞതുപോലെ, ജാബിർ വാഫി പറഞ്ഞതുപോലെ, എനിക്കറിയാത്തതുകൊണ്ടാണ് കേട്ടോ, ആദർശമാണ് നമ്മുടെ അഡ്രസ്സ്, അതാണ് നമ്മുടെ ദീൻ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതൊരു ത്വരീഖത്ത് എന്നല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് തന്നെയാണ് ദീൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് തന്നെയാണ് ദീനുൽ ഇസ്ലാം. എന്നല്ലാതെ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വിവിധ അള്ളാഹുലേക്ക് മൂസലത്തായ ഫറായിക്കുകളും ഒക്കെ ഉണ്ടല്ലോ എന്നതുപോലെ അക്കൂട്ടത്തിൽ ഒരു ത്വരീഖ് എന്നല്ല, അതൊക്കെയും അഹ്ലുസുന്ന തന്നെയാണ്. അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ നേരത്തെ തന്നെ ഉണർത്തിയതുപോലെ വിവിധങ്ങളായ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. വഹാദിയുൽ ഉമ്മത്തു അയ്ളൻ ഇഫ്തറഖു ഫീമാ ബൈനഹും വലാ നിഹലിൻ, ഒരുപാട് വിഭാഗങ്ങളായി നമ്മുടെ ഉമ്മത്തും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, പാർട്ടികളായി പോയിട്ടുണ്ട്. കുല്ലുഹാ ദലാലത്തുൻ, ഒക്കെയും പഴച്ചതാണ്, ഇല്ലാ വാഹിദത്തൻ, ഒന്നൊഴികെ. വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതേതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. ഇമാം ഇബ്നു കസീറൊക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണത്, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? അൽ മുതമസ്സിഖൂന ബികിതാബില്ലാഹി തആല വ സുന്നത്തി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിമാ കാന അലൈഹി അസ്സദ്റുൽ അവ്വൽ മിന സ്വഹാബത്തി വത്താബിഈന വഅയിമ്മത്തിൽ മുസ്ലിമീന ഫീ ഖദീമിദ് ദഹ്രി വഹദീസ്. തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണത്? അൽ മുതമസ്സിഖൂന ബികിതാബില്ലാഹി, ഒന്നാമതായി അല്ലാഹുവിൻ്റെ കിതാബ് കൊണ്ട് തമസ്സുക്ക് ചെയ്യണം, കിതാബിനെ പ്രമാണമായി അംഗീകരിച്ചു കൊള്ളണം. അല്ലാത്തവർ തീരെ പുറത്ത് തന്നെ, അവരെ സംബന്ധിച്ച് ചർച്ചയില്ല. വസുന്നത്തി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പ്രമാണമായി അംഗീകരിക്കണം. അവിടെ തർക്കമുള്ളൊരു കാര്യമാണ്. ഈ അടുത്ത കാലത്തായി പുതിയ ഖുർആൻ സുന്നത്ത് മുറുക്കി പിടിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരു വലിയ നേതാവ് തന്നെ പ്രസംഗിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹദീസുകളുടെ ക്രോഡീകരണം ഉണ്ടായതെന്നും തൽഫലമായി ഹദീസുകളിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഹദീസുകൾ അംഗീകരിക്കാൻ ഏതാക്കണം, പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെ തട്ടിവിടുകയുണ്ടായി. അത്തരം ഒരു വിഭാഗം മുൻപ് വരും, ഇവിടെ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. അതനുസരിച്ച് ഇവിടെ അങ്ങനെ പല വിഭാഗങ്ങളും വന്നിട്ടുണ്ട്. അഹ്ലുൽ ഖുർആൻ അവർ ഹദീസിനെ അംഗീകരിക്കുകയില്ല, അതിനതിൻ്റെതായ ന്യായങ്ങളും ഒക്കെ അവർക്ക് നിരത്താനുണ്ട്. ഏതെങ്കിലും ആവട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പ്രമാണമായി അംഗീകരിച്ചു കൊള്ളണം. പിന്നെ അൽ മുതമസ്സിഖൂന ബികിതാബില്ലാഹി വസുന്നത്തി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിമാ കാന അലൈഹി അസ്സദ്റുൽ അവ്വൽ മിന സ്വഹാബത്തി വത്താബിഈന വഅയിമ്മത്തിൽ മുസ്ലിമീൻ, സ്വഹാബത്ത് മുതൽക്ക് താബിഈങ്ങൾ വഴി മുസ്ലിമീങ്ങളുടെ ഇമാമുമാർ. വളരെ കൃത്യമാണ്, മുസ്ലിംകൾ ഇമാമുകൾ എന്ന് അംഗീകരിച്ചു വരുന്നവർ എന്താണോ നമുക്കിവിടെ പഠിപ്പിച്ചു തന്നത്, കാണിച്ചു തന്നത്, ഫീ ഖദീമിദ് ദഹ്രി വഹദീസിഹി, പഴയ കാലത്തെയും പിൽക്കാലത്തെയും ഇമാമിയങ്ങൾ എന്താ പഠിപ്പിച്ചു തന്നത്, അത് മുറുകെ പിടിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഒരു അവ്യക്തതയുമില്ല. ഇവിടെ എല്ലാവരും ഖുർആൻ സുന്നത്ത് പറയുന്നവരാണ്. തങ്ങൾ പറയുന്നത് ഖുർആൻ സുന്നത്തല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മാർക്കറ്റിലില്ലല്ലോ, പിന്നെ ലഭിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഖുർആൻ സുന്നത്ത് പറയുന്നവരായിരിക്കും.
പക്ഷെ ഖുർആൻ സുന്നത്ത് പറയുന്നവർ എങ്ങനെ പറഞ്ഞിരിക്കണം, അതിൻ്റെ വഴി എന്താണ്? അതാണ് ഇമാം ഇബ്നു കസീർ സൂറത്തുർ റൂമിലെ തഫ്സീറിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈ ഇബാറത്ത് കാണാം. അതുകൊണ്ട് വിവിധ വിഭാഗങ്ങളുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാ ആരായിരിക്കണം എന്ന കാര്യം അവിടെ വ്യക്തമാണ്. ഈ ഒരു നിലപാട് കൊണ്ട് നടക്കുന്നവർ നമ്മൾ മാത്രമാണ്. അത് നമ്മൾ മാത്രമാണ്. ഈ ഒരു നിലപാട് മുറുകെ പിടിക്കുന്നവർ നമ്മൾ മാത്രമാണ്. എല്ലാവരും അവരവർക്ക് പ്രമാണം വേണം, പ്രമാണം പറയുന്നുണ്ട്. ഖുർആനും സുന്നത്തും തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളതും. ഈ ഒരു രീതി, ആ രീതിയിൽ ഖുർആൻ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നോ എങ്കിൽ അവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ഇവിടെ നിന്ന് വിട്ടുകളിക്കുന്നവരാരാണെങ്കിലും കുല്ലുഹാ ളലാല, ഒക്കെയും വഴികേടിലേക്കാണ്, നരകത്തിലേക്ക് ക്ഷണിക്കുന്നവർ ആണ്. അതിലും സംശയം ഇല്ല. ഈ വസ്തുത പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ നമുക്ക് കൃത്യമായി വരച്ച് കാണിച്ചു തന്നതുമാണ്. ഖുർആനിനെ പ്രമാണമായി അംഗീകരിക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർത്തി തരണേ എന്നാണ് ആവശ്യപ്പെടുന്നത്. അതേതാണ് സിറാത്തുൽ മുസ്തഖീം? അത് അള്ളാഹുവിന് അറിയാലോ. അള്ളാഹു ആണല്ലോ സിറാത്തുൽ മുസ്തഖീമിന്റെ ഉടമസ്ഥൻ. അള്ളാഹുവിനോട് പറയുകയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അവിടെ നിർത്താതെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് എന്തിന്? അള്ളാഹുവിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതെന്താണ് ആ പറയുന്നത്? വഫായിദതുഹു വത്തഅകീദു വതൻസീസു അലാ അന്ന ത്വരീഖല്ലദീന അൻഅമല്ലാഹു അലൈഹിം വഹുമുൽ മുസ്ലിമൂന ഹുവൽ അലമു ഫിൽ ഇസ്തിഖാമത്തി വൽ മശ്ഹൂദു ലഹു ബിൽ ഇസ്തിവാ. അതിനാണ് ആ പഠിപ്പിച്ചു തന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ കൃത്യമായി അല്ലാഹു തആല അതിന്റെ അടയാളം പറഞ്ഞു തരികയാണ്. എല്ലാവരും ഇവിടെ ഖുർആൻ സുന്നത്ത് പറയുന്നവരാണ്. സാധാരണക്കാരനായ ഞാൻ എന്ത് ചെയ്യും? ഈ ചോദ്യം റബ്ബിന്റെ മുന്നിലൊന്നും കൊണ്ടു ചെല്ലാൻ പറ്റില്ല. അള്ളാഹുവിടെ ഒരു അവ്യക്തതയും വരുത്തിയിട്ടില്ല. എല്ലാം കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു തന്നു. അതിന്റെ അടയാളവും പറഞ്ഞു തന്നു. അതെന്താണ്? അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിച്ച ആളുകൾ. അതാരാ? അത് മറ്റേ ആയത്തിൽ വിശദീകരിച്ചതുപോലെ മുഫസ്സിരീങ്ങൾ ജംഹൂറും പറഞ്ഞിട്ടുള്ളത് മറ്റൊരായത്തിൽ പറഞ്ഞല്ലോ, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ. ആരാണ് സിദ്ദീഖീങ്ങൾ? ഔലിയാക്കൾ. സിദ്ദീഖീങ്ങളാണ് ഔലിയാ. സിദ്ദീഖ് എന്നൊരു ഗ്രേഡിലേക്ക് മനുഷ്യൻ ഉയരുന്നത് അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള ബന്ധം സ്വാദിക്കാവുമ്പോഴാണ്. അബ്ദുറഹ്മാൻ എന്നൊക്കെ നാവ് കൊണ്ട് പറയുന്ന അവകാശപ്പെടുമ്പോഴും പലപ്പോഴും മനുഷ്യൻ അബ്ദുൽ ശൈത്താനാണ്. പലപ്പോഴും മനുഷ്യൻ അബ്ദുൽ ദിർഹമി വദ്ദീനാറാണ്. ബിസൽ അബ്ദു അബ്ദുൻ, ബിസൽ അബ്ദു അബ്ദുൽ ദീനാർ, ബിസൽ അബ്ദു അബ്ദുൽ ഹവ, ഹവയുടെ അബ്ദ് മോശപ്പെട്ടവനാണ്. ഇതൊക്കെ അബ്ദുള്ള എന്ന് അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമ എന്നത് പ്രാവർത്തികമാക്കുന്ന യാഥാർത്ഥ്യമാക്കുന്നവർ അത് കുറവാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള ബന്ധത്തെ സുദുക്ക് കൊണ്ട് സ്ഥാപിക്കുന്നത്. ആ നിലക്കുള്ള സിദ്ദീഖീങ്ങൾ അവരാണ് സൂഫിയാക്കൾ, ഔലിയാക്കൾ. വശുഹദായി വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ, മഹാന്മാരുടെ പാത. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ അലമു ഫിൽ ഇസ്തിഖാമത്തി, ഒരു ത്വരീഖ് മുസ്തഖീമാണോ എന്നതിന്റെ അടയാളമാണ് ആ പറഞ്ഞത്. വൽ മശ്ഹൂദു ലഹു ബിൽ ഇസ്തിവാ, നേരായ മാർഗം എന്നതിന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മാർഗം ആ മഹാന്മാരെ നോക്കിയാൽ മതി. അതേ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. ഏറ്റവും ആധികാരികമായ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. അത് മുറുകെ പിടിക്കൽ തന്നെയാണ്. പക്ഷേ അതെങ്ങനെ വേണം? അവരെ നോക്കി വേണം പോവാൻ. അവരങ്ങോട്ട് മുന്നോട്ട് ഈ ഖുർആൻ സുന്നത്ത് കൊണ്ട് നടന്നുപോയ കുറെ ആളുകളുണ്ട്. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, അംബിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അവരെ പിന്നാലെ പോയിക്കോൻ ഈ ഖുർആൻ സുന്നത്തിലാണ് പോകുന്നത്. ഇനിയെന്താ വ്യക്തത? ഇനിയെന്താ വ്യക്തത ഉള്ളത്? ഇനിയെന്താ പറയേണ്ടത് ഇതിനപ്പുറം? അതേസമയം ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണമായി അംഗീകരിക്കണം. അത് മുൻഗാമികൾ ആരെന്ത് പറഞ്ഞാലും ശരി,
അവർ പറഞ്ഞതിന് തെളിവുണ്ടോ, ഖുർആൻ സുന്നത്തിന് യോജിച്ചതാണോ എന്ന് പരിശോധിച്ച് വേണം അത് അംഗീകരിക്കാൻ എന്ന വാദമുഖം. ഈ ഒരു വാദമുഖം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിഘടനവാദം മഹാന്മാരായ സ്വഹാബത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് തുടക്കം കുറിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിനെ, അവന്റെ ദീനിനെ ജനങ്ങൾക്ക് കൈമാറി കൊടുക്കാൻ അള്ളാഹു സ്വീകരിച്ചൊരു മാർഗമുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹു ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു സ്വീകരിച്ചൊരു മാർഗമുണ്ട്. അതെന്താണ്? ഒരു സമൂഹത്തിൽ അള്ളാഹു ഒരു ദീനിനെ നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് യോഗ്യനായ ഒരാളെ അള്ളാഹു തആല തെരഞ്ഞെടുക്കുന്നു. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്. അവരെ തെരഞ്ഞെടുത്ത് ആ നിലക്ക് അള്ളാഹുവിൽ നിന്ന് അവന്റെ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നേടിയെടുക്കാൻ, അത് വഹിക്കാൻ യോഗ്യനായ ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യനെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരുന്നു. ആ നിലക്ക് അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്ത് കടഞ്ഞെടുത്തു കൊണ്ടുവരുന്നു. ഈ ഇസ്തിഫാ എവിടെ നിന്ന് തുടങ്ങും? ഈ ഇസ്തിഫാ എപ്പോഴാണ് തുടങ്ങുന്നത്? ആ തുടങ്ങുന്നത് ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രവാചകനായി വരാൻ പോകുന്ന കുട്ടി ഏതൊക്കെ തറവാടുകളിലൂടെ കടന്നു വരണം, ഏതൊക്കെ പിതാക്കന്മാരുടെ മുതുകുകളിലൂടെ, ഉമ്മമാരുടെ ഗർഭപാത്രത്തിലൂടെയാണ് കടന്നു വരേണ്ടത് എന്നത് മുതൽക്ക് തുടങ്ങുന്നു ആ ഇസ്തിഫാ. അങ്ങനെ ആ കുട്ടി പിറന്നു വീണത് മുതൽക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ നിയന്ത്രണത്തിലും ദീപിലുമായിട്ടാണ് ആ കുട്ടി വളർന്നു വരുന്നത്. വലിതുസ്നഅ അലാ ഐനി വലിതുസ്നഅ അലാ ഐനി വസ്തനഅതുക ലിനഫ്സി. എനിക്ക് വേണ്ടി ഞാൻ ഏൽപ്പിക്കാൻ പോകുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ യോഗ്യനായ മൂസ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെ അള്ളാഹു ഇസ്തിനാഅത്ത് ചെയ്തതാണ്, സ്വനാഅത്ത് ചെയ്തതാണ്. എന്താ സ്വനാ എന്ന് പറഞ്ഞാൽ? അല്ലേ, സ്വനാഇയ സ്വനാഇയ എന്നിട്ട് ഇവിടെ ഏരിയകളൊക്കെ ഉണ്ടല്ലോ, നിർമ്മാണ ഫാക്ടറികളുള്ള. സ്വനാഅത്ത് ചെയ്തു, വസ്തനഅതുക വാർത്തെടുത്തു കൊണ്ടുവന്നു. അതാണ് അമ്പിയാക്കളുടെ മുഴുവനും സ്ഥിതി. അങ്ങനെ യോഗ്യനായ ഒരാളെ തയ്യാർ ചെയ്തതിന്റെ ശേഷം ആ മനുഷ്യനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ പ്രവാചകനിലേക്ക് അവന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർ ജനങ്ങളെ പഠിപ്പിക്കണം, അവരാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. നേരിട്ട് ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്ദേശം കൈമാറുക എന്നൊന്നില്ല. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ. അങ്ങനെയാണ്. അതുകൊണ്ട് ഖുർആനിനെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കിതാബിനെ ജനങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുക, അവർ ഖുർആനിൽ നേരിട്ടത് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങളെ മനസ്സിലാക്കുക എന്ന ഒരു സംവിധാനം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹു സ്വീകരിച്ചു പോന്ന മാർഗത്തിന് വിരുദ്ധമാണത്. അള്ളാഹു അവതരിപ്പിച്ച ദീൻ അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണം. അതിവിടെ നിലനിർത്തേണ്ടതിന് അള്ളാഹു സ്വീകരിച്ച മാർഗത്തിലൂടെ നിലനിൽക്കണം. അതിനെ അപ്പുറം ചാടാൻ പാടില്ല. അതിനെ അവഗണിക്കുന്നത് അള്ളാഹു ചെയ്തു പോന്ന അവന്റെ സുന്നത്തുല്ലാഹിൽ ജാരിയ, അള്ളാഹുവിന്റെ കൃത്യമായ പതിവിന് വിരുദ്ധമാണ്. ഒന്നാമതായി അടിസ്ഥാനം അവിടെ പൊളിഞ്ഞു. ഒന്നാമതായി അവിടെ പൊളിഞ്ഞു. അതാണ് അള്ളാഹു ഇവിടെ സ്വീകരിച്ചു പോകുന്ന മാർഗം. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂറുൻ യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമൂ ലില്ലദീന ഹാദൂ വറബ്ബാനിയ്യൂന വൽഅഹ്ബാറു ബിമസ്തുഹ്ഫിദൂ മിൻ കിതാബില്ലാഹി വകാനൂ അലൈഹി ശുഹദാ. അതല്ലേ പറഞ്ഞത്? തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? യഹ്കുമു ബിഹൻ നബിയ്യൂന. തൗറാത്തിനെ മൂസ അലൈഹിസ്സലാമിന് നൽകി. ആ മൂസ അലൈഹിസ്സലാമിന് ശേഷം പിന്നീട് ഒരുപാട് അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. 1,00,000 എന്നോ അതല്ല 4,00,000 എന്നോ പലതുമുണ്ട്. അമ്പിയാക്കൾ മൂസ ഈസ അലൈഹിസ്സലാമിന്റെ ഇടയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അഥവാ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ട് ഇഞ്ചീൽ വരുന്നതിനിടയിൽ ധാരാളം അമ്പിയാക്കൾ ഈ തൗറാത്താണ് നടപ്പിൽ വരുത്തിയത്. അതിന് അല്ലാഹു തആല ഒരുപാട് അമ്പിയാക്കളെ ഇവിടെ നിശ്ചയിച്ചു. അല്ലദീന അസ്ലമു
അള്ളാഹുവിന്റെ വിധിവിലക്കിന് പൂർണ്ണമായി വഴിപ്പെടുന്ന അമ്പിയാക്കൾ. റബ്ബാനിയീങ്ങളും അഹ്ബാറും. ആരാ റബ്ബാനിയീന? തഫ്സീറുകളൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. റബ്ബാനിയൂന എന്ന് പറഞ്ഞാൽ നാം മുജ്തഹിദായ ഇമാം എന്ന് പറയുന്നത് പോലെയാണ്. അൽ ഫുഖഹാ അൽ ഹുലമാ അല്ലദീന യുറബ്ബൂന അന്നാസ ബിസിഗാരിൽ ഉലൂമി ഖബ്ല കിബാരിഹാ എന്നൊക്കെ കാണാം. അഥവാ ഇമാം റാസി ഒക്കെ കൃത്യമായി പറഞ്ഞത് റബ്ബാനിയൂന എന്ന് പറഞ്ഞാൽ മുജ്തഹിദൂന, മുജ്തഹിദുകളായ ഇമാമുമാർ. വൽ അഹ്ബാറു, ശേഷമുള്ള പുരോഹിതന്മാർ, പണ്ഡിതന്മാർ. അമ്പിയാക്കളും പിന്നീട് അതിന് ശേഷം മുജ്തഹിദുകളായ പണ്ഡിതന്മാരും പിന്നീട് അതിന്റെ താഴെ നിൽക്കുന്ന പണ്ഡിതന്മാരും ഉലമാക്കളും ഈ തൗറാത്തിന്റെ വിധിവിലക്കുകളാണ് നടപ്പിൽ വരുത്തേണ്ടത്. അങ്ങനെ തൗറാത്തിന്റെ സ്വഭാവം അല്ലാഹു തആല നിശ്ചയിച്ചത്. അങ്ങനെയാണ് അതിന്റെ നിയമം. അല്ലാഹുവിന്റെ നിശ്ചയം അങ്ങനെയാണ്. ആരാ അത് പഠിപ്പിക്കേണ്ടത്? ലില്ലദീന ഹാദു, അന്നത്തെ യഹൂദികളായിട്ടുള്ള സാധാരണക്കാരന് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ യഹ്കുമു ബിഹ, അതിന്റെ ഹുക്മ് പറയണം. ആര്? അമ്പിയാക്കളും ആ ഇമാമുമാരും മഹത്തുക്കളായ പണ്ഡിതന്മാരുമാണ് അത് ചെയ്യേണ്ടത് എന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. ഇതാണ് കഴിഞ്ഞ കിതാബുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞതെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെയും സ്ഥിതി അത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? ഹുവല്ലദീ അർസൽ, മറ്റേ സൂറത്തുൽ ജുമഅയിലെ ആയത്ത് എന്താണ്? يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة هو الذي بعث في الأميين رسولا منهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം, തങ്ങളുടെ ദൗത്യം എന്താണ്? അത് 3 കാര്യങ്ങളാണ് പ്രധാനമായി അല്ലാഹു തആല പറഞ്ഞത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ അവതരിപ്പിച്ചു കിട്ടുമ്പോൾ അത് ഏറ്റെടുക്കുകയും അതിനെ ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്യുക. അതെല്ലാവരെ കൊണ്ടും സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് പറ്റുന്ന ആളുകൾ അല്ലാഹു തആല തയ്യാർ ചെയ്യുന്നതാണ്. വയുസക്കീഹിം, ഈ അവതരിച്ച് കിട്ടിയ കിതാബ് കൊണ്ട് ജനങ്ങളെ ശുദ്ധീകരിക്കുക. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഈ കിതാബിനെയും ഹിക്മത്തിനെയും ആ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് തങ്ങളുടെ ദൗത്യം. ഇതിനാണ് തങ്ങൾ ഇവിടെ വന്നത്. ഇതാണ് തങ്ങൾ ഇവിടെ വന്ന ജോലി. ഈ കാര്യം ഖിയാമത്ത് നാൾ വരെ ഇപ്രകാരം തന്നെ നിലനിൽക്കണം. അറബി ഭാഷാ സാഹിത്യത്തിന്റെ ഉച്ചയിൽ നിൽക്കുന്ന സമൂഹത്തോടാ പറയുന്നതിൽ നിന്ന് ഈ കിതാബിനെ നിങ്ങൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. വയുഅല്ലിമുഹും, കിതാബിനെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ പഠിയൂ. ഭാഷ കൊണ്ടോ പരിഭാഷ കൊണ്ടോ ഖുർആൻ തിരിയുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. അത് സാധ്യമല്ലെന്ന് ഖുർആനിന്റെ ഉടമസ്ഥനാ പറയുന്നത്. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം, തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നു. അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ജനങ്ങൾക്ക് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ പഠിയൂ. ഈ ഖുർആനിന്റെ ഒരു കോപ്പി ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ കൈമാറി ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഇതനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചോളും, നടക്കണതല്ല. ഖുർആൻ കൊണ്ട് അമ്മാനമാടാൻ ആരും മുതലുണ്ടാകും, അതൊന്നും നടക്കില്ല, സാധ്യമല്ല. പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അല്ലാഹു തആല അതിനെ നിശ്ചയിച്ചത്. ആ നിലക്ക് തന്നെ ഇത് നിലനിർത്തി പോരുകയും വേണം. മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ അതാണ് മുൻകാലഘട്ടങ്ങളിൽ അമ്പിയാക്കൾ ഒരാൾ കഴിയുമ്പോൾ അടുത്തൊരു പ്രവാചകൻ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി പ്രവാചകൻ വരാനില്ല എങ്കിൽ പിന്നെ ഈ ദൗത്യം ആര് നിർവഹിക്കണം? അതാണ് ആ പറഞ്ഞത്, അൽ അംബിയാ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാന്റെ അനന്തരാവകാശികളാണ്. ആ ഡ്യൂട്ടി എടുക്കേണ്ടവരവരാണ്. പണ്ഡിതന്മാർ ചെയ്യണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. നേരത്തെ പറഞ്ഞ റബ്ബാനിയീങ്ങൾ ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരായി മാറണം. ആ ജോലി നിങ്ങൾ എടുക്കണം.
അതുകൊണ്ട് പണ്ഡിതന്മാരിൽ നിന്ന് ഖുർആനിനെ മനസ്സിലാക്കിയെടുക്കുക, അതാണ് അതിൻ്റെ ശരിയായ മാർഗം. നേരിട്ട് ഖുർആനിനെയോ സുന്നത്തിനെയോ സ്വന്തമായി ഓരോരുത്തരും ഇഷ്ടാനുസരണം മനസ്സിലാക്കുക എന്ന അടിസ്ഥാനം തുടക്കം മുതലേ പൊളിവാണ്. അത് അല്ലാഹു നിലനിർത്തിപ്പോന്നിട്ടുള്ള അവന്റെ ശൈലിക്ക്, അവന്റെ ചര്യക്ക് വിരുദ്ധമാണ്. അല്ലാഹു സ്വീകരിച്ച മാർഗമേ അല്ല, അതിനെ അവഗണിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന മാർഗമാണ്. അത് പിഴവിലേക്കുള്ളതാണ്. അല്ലേ? നമുക്ക് ബോധ്യമാവണില്ലേ? അല്ലേ? അതാണ് അതിൻ്റെ യഥാർത്ഥം. എന്നാൽ ഖുർആനിൻ്റെ കാര്യം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണുള്ളത്. ജവാമി അൽ കലിമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല. ഖിയാമത്ത് നാൾ വരെ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും വേണ്ടത്, എല്ലാ കാലഘട്ടത്തേക്കും വേണ്ടത് മുഴുവനും തങ്ങളുടെ ഈ 23 കൊല്ല കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റ് അമ്പിയാക്കൾക്കൊന്നും നൽകപ്പെടാത്ത ഒരുപാട് ഖാസിയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകി. അതിൽ പ്രധാനപ്പെട്ടതാണ് ഉഅ്തീതു ഖംസൻ, വേറെ റിവായത്തിൽ ഉഅ്തീതു സിത്തൻ. അമ്പിയാക്കൾക്കൊന്നും നൽകപ്പെടാത്ത 6 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടു. അതിലൊന്നാമതായി പറഞ്ഞു എന്തെന്ന്? ഉഅ്തീതു ജവാമി അൽ കലിമി. ഉഅ്തീതു ജവാമി അൽ കലിമി. വ്യാപകമായ വ്യാപ്തിയുള്ള അർത്ഥം ഉൾക്കൊള്ളുന്ന പദങ്ങൾ പറയാനുള്ള ഒരു കുദറത്ത്, ഒരു ബലക്ക് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരി ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണ് പറഞ്ഞത്? മുൻപ് ധാരാളം ഗ്രന്ഥങ്ങളിലായി എഴുതപ്പെട്ടിരുന്ന ഉലൂമുകളൊക്കെയും ഫിൽ കലിമത്തി അവിൽ കലിമത്തൈനി, 1-2 വാക്കുകളിലായി ഒതുക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അത് ആവശ്യമാണ്. ഈ 23 കൊല്ല കാലഘട്ടം കൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരേണ്ടുന്ന ആവശ്യങ്ങളൊക്കെയും അതിൽ വരണം. ആ നിലക്കുള്ള നബുവത്തായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മലക്ക, ഒരു ആന്തരികമായ ഒരു ശക്തി അല്ലാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെ മനസ്സിലാക്കുന്നിടത്തും എല്ലാവരും ഒരുപോലെയല്ല. അതിൻ്റെ ചുരുളുകളിൽ ധാരാളം വൈജ്ഞാനിക മുത്തുകൾ അല്ലെങ്കിൽ വലിയ കടലുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇമാം ഗസാലിയൊക്കെ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇഹ്യായിൽ പലയിടങ്ങളിലും പറഞ്ഞത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലിമാത്തുകൾ, ഓരോ കലിമത്തുകളും ബിഹാറു വമാ യഅരിഫു മാ തഹത കലിമാതിഹി മിൻ ബിഹാരിൽ മആനി വലാ യഅരിഫു മാ തഹത കലിമാതിഹി മിൻ ബിഹാരിൽ മആനി ഇല്ലാ ഖവാസുൽ ഉലമാ. എന്നാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലിമാത്തുകളുടെ ഓരോന്നിൻ്റെയും അഴിയിൽ ഒളിഞ്ഞിരിക്കുന്ന ബിഹാറുൽ മആനി, വൈജ്ഞാനത്തിന്റെ ആശയത്തിന്റെ വലിയ വലിയ കടലുകളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഖവാസുൽ ഉലമാ, ഉലമാക്കളിൽ തന്നെ പ്രധാനികളായ ചില ആളുകൾക്കേ കഴിയൂ. അതും അവിടെ ഉണ്ട്. ആവശ്യമാണത്. അതുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കേണ്ടതുണ്ട്, പഠനം നടത്തേണ്ടതുണ്ട്, അതിൽ നിന്ന് വിജ്ഞാനങ്ങൾ, ആശയങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇതെല്ലാവരെ കൊണ്ടും സാധ്യവും അല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, നദറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബ്ലിഗഹു ഖൈറഹു ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹിൻ വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു, ഇമാം അബൂദാവൂദ് തുടങ്ങി ഇമാം തുർമിദി എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വിവിധ റിവായത്തുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് ഒരാൾ കേൾക്കുന്നു. എന്തിനാ ഹദീസ് പഠിക്കുന്നത്? മനസ്സിലാക്കോളൂ. എന്തിനാ ഹദീസ് പഠിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഹദീസ് കേൾക്കുന്നു. ഫഹഫിളഹു, അതിനെ അവൻ കൃത്യമായി ഹിഫ്ള് ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പദം അതിന് ചില പ്രാധാന്യമുണ്ട്. മാന കൊണ്ട് റിവായത്ത് ചെയ്യാൻ പറ്റൂല മറ്റൊരു ചർച്ച. അള്ളാഹുവിന്റെ റസൂൽ ഒരു പദം ഉപയോഗിച്ചാൽ അതിനൊരു വേറിട്ട നിലവാരമുണ്ട്. തീർച്ചയാണല്ലോ.
അതേ പ്രകാരം ഹിഫ്ള് ചെയ്യുന്നു. എന്തിന്? ഹത്താ യുബ്ലിഗഹു ഗൈറഹു, മറ്റൊരാൾക്ക് അത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഒരാൾ ഒരു ഹദീസ് പഠിക്കുന്നു, ആ ഹദീസിനെ മറ്റൊരാൾക്ക് കൈമാറി കൊടുക്കുന്നു. എന്തിന്? എന്താണ് അതിന്റെ ഫലം? അള്ളാഹുവിന്റെ റസൂൽ തന്നെ കൃത്യമായി പറയുന്നു, ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ, എത്ര ഫിഖ്ഹിനെ വഹിച്ച ആളുകളാണ് ലൈസ ബി ഫഖീഹിൻ, അയാൾ ഫഖീഹല്ല. ഇയാളുടെ കയ്യിൽ ഈ ഹദീസ് ഉണ്ട്, ഇതിന്റെ പിന്നിൽ ബിഹാറുൽ മആനി ഉണ്ട്, വിജ്ഞാനത്തിന്റെ ആശയത്തിന്റെ വലിയ കടലുകൾ തന്നെയുണ്ട്. പക്ഷേ ഇത് വഹിച്ചു കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ ആരല്ല? ലൈസ ബി ഫഖീഹിൻ, അയാൾക്കത് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അയാൾ ഹദീസിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനാണ്, വിശ്വസ്തനാണ്, നല്ല ഹിഫ്ളുള്ളയാളാണ്, ഹദീസ് സ്വീകരിക്കാൻ യോഗ്യനായ റാവിയാണ്. പക്ഷേ ലൈസ ബി ഫഖീഹിൻ, ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ ബി ഫഖീഹിൻ, അയാൾക്ക് അതിന്റെ ഉള്ളിലുള്ള വിജ്ഞാന ശാഖകളെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവ് അയാൾക്കില്ല. അങ്ങനെ ഉണ്ടാവും. വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു, വേറെ എത്ര ആളുകളുണ്ട്, ഇയാൾ കുറെയൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ഈ ഹദീസ് മറ്റൊരാൾക്ക് കൈമാറി കൊടുത്തപ്പോൾ ഇയാൾക്ക് മനസ്സിലാവാത്ത മറ്റു പലതും അയാൾക്ക് മനസ്സിലായി. ആദ്യം പറഞ്ഞത് അയാൾ ഫഖീഹ് അല്ല, അയാൾ മുഹദ്ദിസാണ്, ഹദീസിന്റെ പണ്ഡിതനാണ്. രണ്ടാമത് പറഞ്ഞാൽ കുറെയൊക്കെ ഫിഖ് അറിയുന്ന ആളും കൂടിയാണ്. ഒരു ഹദീസിന്റെ പണ്ഡിതൻ ഫഖീഹ് കൂടിയാവുക എന്ന് പറയുന്നത് അയാളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഏത് കൂട്ടും, നിലവാരം കൂട്ടും. ഒരു ഹദീസ് മുഹദ്ദിസ് മാത്രമായ ഒരാൾ റിവായത്ത് ചെയ്യുന്ന ഹദീസും ഫഖീഹും കൂടിയായ ഒരാൾ റിവായത്ത് ചെയ്യുന്ന ഹദീസും കൂടി വൈരുദ്ധ്യമാകുമ്പോൾ ഫഖീഹിന്റെ റിവായത്തിന് ഏതുണ്ട്? മുൻഗണനയുണ്ട്. അത് നിലവാരം വർദ്ധിപ്പിക്കും. വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻ, പക്ഷെ ഇത് കൈമാറി കൊടുത്തപ്പോൾ അയാൾക്ക് അതിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലാവാത്ത പലതും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ എത്രയുണ്ട്. ഇപ്പൊ എന്തിനാ ഹദീസ് പഠിക്കണത്? ഖുർആനിന്റെ ഒരു പരിഭാഷയും വായിക്കുക, ബുഖാരിന്റെയും മറ്റൊക്കെ കിട്ടാവുന്ന കുറച്ച് പരിഭാഷയും വായിച്ചിട്ട് അതനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കാനല്ല. അങ്ങനെയല്ല റസൂലുള്ളാഹിനെ പഠിപ്പിച്ചത്. ഹദീസ് പഠിക്കണം, ഹിഫ്ള് ചെയ്യണം, അത് കൈമാറി കൊടുക്കണം. എന്തിന്? ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ, കാരണം ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരായിരിക്കും ചിലപ്പോൾ ഇതിനെ വഹിക്കുന്നത്, കിട്ടുന്നയാൾക്ക് അതിന് സാധിച്ചേക്കാം. വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ, ചിലപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നയാളേക്കാൾ കൂടുതൽ മറ്റാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. ഫുഖഹാഇന് ഇസ്തിംബാത്ത് ചെയ്ത് ഫിഖ്ഹ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പഠിക്കുന്നത്. അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഫുഖഹാ ഉണ്ട്. ഫിഖ്ഹ് എന്ന് തന്നെ പറഞ്ഞത് ഫുഖഹാ, അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. അവരത് നോക്കി മനസ്സിലാക്കി പറയും. അവർ അഫ്ഖഹാൻ, അതുകൊണ്ട് അവർ മനസ്സിലാക്കി പറയും. പറഞ്ഞാൽ അതാണ് സുന്നത്ത്, അവര് പറഞ്ഞാൽ അതാണ് ഹദീസ്, അതിന് വേണ്ടിയാണ് ഹദീസ്. ആ ഫുഖഹാ അതിൽ നിന്ന് ഫിഖ്ഹ് ചെയ്ത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അതിനെ അംഗീകരിക്കുന്നു. ആ ഫുഖഹാ പറയുമ്പോൾ അതാണ് സുന്നത്ത്, അതാണ് ഖുർആൻ സുന്നത്ത്, അതാണ് ഖുർആൻ സുന്നത്ത്. അതിനെ വിട്ട് കളിക്കുന്നവൻ ഖുർആൻ സുന്നത്തിന്റെ പേരിൽ അനാവശ്യം പറയുന്നവനാണ്, അർഹതയില്ലാത്തത് പറയുന്നവനാണ്. അതാണ് മദാഹിബിന്റെ ഉലമാക്കൾ, നാം ഇമാമുകൾ എന്ന് പറഞ്ഞു വരുന്നവർ എന്താണോ ഈ ഖുർആൻ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കി പറഞ്ഞു തന്നത്, അതാണ് ദീൻ, അതാണ് ഖുർആൻ സുന്നത്ത്, അതിനെയാണ് അംഗീകരിക്കേണ്ടത്. അതിനെ തള്ളി ഞാൻ ഖുർആൻ സുന്നത്തിൽ നിന്ന് എടുത്തുകൊള്ളാമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് അമ്മാനമാടലാണ്. അത് അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹുവിടെ നിലനിർത്തി പോന്ന ആ മാർഗത്തിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നതിനും വിരുദ്ധമാണ്. ഇത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്, അനുഭവം ഒക്കെയും ഇത് തന്നെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ വലിയ വലിയ ഹദീസിന്റെ ഉലമാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ കൃത്യമായി പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സ്വാഹിബായിട്ടുള്ള ഇമാം അബൂ യൂസുഫ് ഹനഫി മദ്ഹബിലെ അതിപ്രധാനപ്പെട്ട പണ്ഡിതനാണല്ലോ. അബൂ യൂസുഫ് പറയുന്നുണ്ട്, സഅലനിൽ അമശു അൻ മസ്അലത്തിൻ, അമശ് സുലൈമാനുൽ അമശ്
എന്നോടൊരു മസല ചോദിച്ചു. ആരാ? സുലൈമാനുൽ അഅ്മശ്. ഹദീസിന്റെ ഉലമാക്കളിൽ അതിപ്രധാനിയാണ്. ബുഖാരി മുതൽക്ക് എല്ലാ ഹദീസിന്റെ കിതാബുകളിലും നിറഞ്ഞു കിടക്കുന്ന പേരാണ്. ഇമാം ശുഅബ പോലെയുള്ള വലിയ വലിയ മഹാപർവ്വതങ്ങളൊക്കെയും അഅ്മശിന്റെ ശിഷ്യന്മാരാണ്. വലിയ വലിയ പ്രധാനികളൊക്കെ, ഹദീസിന്റെ ലോകത്തെ പ്രധാനികളൊക്കെയും അഅ്മശിന്റെ ശിഷ്യന്മാരാണ്. ആ അഅ്മശ് എന്ത് ചെയ്തു? എന്നോടൊരു മസല ചോദിച്ചു. ആരോട്? അബൂ യൂസുഫിനോട്. അബൂ യൂസുഫ് ആരാണ്? ഫഖീഹാണ്. ഞാൻ ആ മസലക്ക് മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പൊ അഅ്മശ് എന്നോട് തിരിച്ചു ചോദിച്ചു, ഇത് നിങ്ങൾ എവിടുന്ന് മനസ്സിലാക്കി പറഞ്ഞതാ? ഇത് എവിടുന്ന് കിട്ടി? ഈ മസലന്റെ ഉത്തരം എവിടുന്ന് കിട്ടി? അപ്പൊ അബൂ യൂസുഫ് പറഞ്ഞു, ലി ഹദീസികല്ലദീ ഹദ്ദസ്തനാ, അത് നിങ്ങൾ എന്നെ മുന്നൊരുക്കെ പറഞ്ഞ ഹദീസിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു. അഅ്മശ് തന്നെ അബൂ യൂസുഫിന് പറഞ്ഞു കൊടുത്ത ഹദീസിൽ നിന്ന് ആര് മനസ്സിലാക്കുന്നു? മസല അബൂ യൂസുഫ് മനസ്സിലാക്കും. ആ ഹദീസിൽ നിന്നാണ് ഞാൻ ഈ മസല മനസ്സിലാക്കിയത്. അപ്പൊ അഅ്മശ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഈ ഹദീസ് ഏതാണ്? അത് ഞാൻ പറഞ്ഞു കൊടുത്തു, ഹദീസാണ്. അപ്പൊ അഅ്മശ് പറയുകയാണ്, യാ അബാ യാക്കൂബ് ഇന്നി ലാ ഹഫ്ളു ഹാദൽ ഹദീസ ഖബ്ല അൻ യജ്തമിഅ അബവാക് വലം അഅരിഫ് തഅവീലഹു ഹത്തൽ ആൻ. അബൂ യാക്കൂബേ, അല്ല അബൂ യൂസുഫിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഹദീസ് നിങ്ങളുടെ ഉമ്മയും വാപ്പയും കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് എനിക്കറിയാം. അബൂ യൂസുഫിന്റെ ഉമ്മയും വാപ്പയും കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ആർക്കറിയും? അഅ്മശിനറിയാം ഈ ഹദീസ്. വലം അഅരിഫ് തഅവീലഹു ഹത്തൽ ആൻ, ഇപ്പോഴാണ് ഈ ഹദീസിൽ ഈ മസല കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. ആരായി പറയണമെന്നറിയോ? കണ്ടം തുണ്ടം 4 പരിഭാഷയും ഗൂഗിൾ കിതാബും നോക്കി കിടക്കുന്ന ആളുകളല്ല. ഉണ്ടോ? ഹദീസിന്റെ ലോകത്ത് അഅ്മശിനെ മാറ്റി നിർത്തിയ ഒരു പറ്റം ഹദീസ് അങ്ങോട്ട് പോകും. അഅ്മശിന്റെ ശിഷ്യന്മാരാണ് ഹദീസിന്റെ ഉലമാക്കളായി അറിയപ്പെട്ട മഹാപർവ്വതങ്ങളൊക്കെയും. ശുഅബ മുതൽക്ക് ഇമാം യഹ്യ ഇബ്നു സഈദ് അൽ ഖത്വാൻ മുതൽക്ക് വലിയ വലിയ മഹാപർവ്വതങ്ങളൊക്കെയും ഈ അഅ്മശിന്റെ ശിഷ്യന്മാരാണ്. അഅ്മശിന്റെ അടുത്ത് നിന്ന് എനിക്ക് ഹദീസ് വയറു നിറയെ കിട്ടിയിട്ടുണ്ടെന്ന് ശുഅബ പറയുന്നുണ്ട്. ആ നിലക്കുള്ള മഹാനായ സുലൈമാനുൽ അഅ്മശ് പറയുന്നു, തിരിച്ചറിവ് അങ്ങനെയാണ്. അങ്ങനെയാ തിരിച്ചറിവ്. എന്നിട്ടല്ലേ 4 ഹദീസും കൊണ്ട് മസല പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരുപാട് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ കഴിയും. ഇമാം അബ്ദുല്ലാഹിബ്നു വഹബ് ആരാണ്? ഹദീസിന്റെ ഉലമാക്കളിൽ അറിയപ്പെട്ട 4 അബാദിലത്തുണ്ട്. ഹദീസിന്റെ ഉലമാക്കളിൽ അറിയപ്പെട്ട 4 അബ്ദുള്ളമാരുണ്ട്. ആരാണത്? അബ്ദുല്ലാഹിബ്നു വഹബ്, അബ്ദുല്ലാഹിബ്നു മുബാറക്, അബ്ദുല്ലാഹിബ്നു യസീദ് അൽ മുഖ്രി, അബ്ദുല്ലാഹിബ്നു മസ്ലമത്ത് അൽ കാനബി. ഈ 4 പേരും അറിയപ്പെട്ട അബാദിലത്താണ്. ഇവരൊക്കെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരാണ്. ഇമാം ബുഖാരിയുടെ അടക്കമുള്ള നേരിട്ട് ഉസ്താദുമാരൊക്കെയാണ്. ബുഖാരിയിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന നാമങ്ങളാണ് ഇതൊക്കെ. അബ്ദുല്ലാഹിബ്നു വഹബ് ഹദ്ദസ ഇബ്നു വഹബിൻ ബിമിഅത്തി അൽഫി ഹദീസ്. അബ്ദുല്ലാഹിബ്നു വഹബ് 1,00,000 ഹദീസ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു വഹബ് 1,00,000 ഹദീസ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അബ്ദുല്ലാഹിബ്നു വഹബ് ഒരിക്കൽ ഇഖ്തിലാഫുൽ ഹദീസുകളെ സംബന്ധിച്ച് പറഞ്ഞു. ഹദീസുകളുടെ വിവിധങ്ങളായ റിവായത്തുകൾ, ഇതിന്റെ വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു വഹബ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലൗലാ അന്നി ലഖീതു മാലികൻ വല്ലൈസ ലളലൽതു, ലൗലാ അന്നി ലഖീതു മാലികൻ വല്ലൈസ ലളലൽതു. ഞാൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അതുപോലെ ഇമാം ലൈസ് ഇബ്നു സഅദ്, മദീനത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് അതേ കാലഘട്ടത്തിൽ അതുപോലെയുള്ള മഹാപണ്ഡിതനാണ് ഇമാം ലൈസ് ഇബ്നു സഅദ് മിസ്റിൽ. അവർ 2 പേരുടെയും മുന്നിലിരുന്ന് ഞാൻ പഠിക്കാൻ, തിരിച്ചറിവുണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ ഹദീസിന്റെ വൈരുദ്ധ്യങ്ങൾ, വ്യത്യസ്ത റിവായാത്തുകൾ കണ്ട് ഞാൻ പിഴച്ചു പോകുമായിരുന്നു. കണ്ടോ? 1,00,000 ഹദീസ് മനപ്പാടമുള്ള അബ്ദുല്ലാഹിബ്നു വഹബ് പറയുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമാണ്. അതുപോലെ തന്നെ മറ്റൊരു മദ്ഹബാണ് ഇമാം ലൈസ് ഇബ്നു സഅദിന്റേത്. ലൈസ് ഇബ്നു സഅദ് ഇമാം മാലിക്കിനേക്കാൾ ലൈസു അഫ്ഖഹു മിൻ മാലിക്കിൻ, ലൈസ് ഇബ്നു സഅദ്
മാലിക് ഇമാമിനേക്കാൾ വലിയ ഫഖീഹാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. ആ നിലക്കുള്ള ഫുഖഹാക്കളാണ് അവർ. അവരുടെ മുന്നിലിരുന്ന് ഇതിന്റെ വേർതിരിവ് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ പിഴച്ചു പോകുമായിരുന്നു എന്ന് ആര് പറയുന്നു? ഇമാം അബ്ദുല്ലാഹ് ഇബ്നു വഹബ് പറയുന്നു. ഇങ്ങനെ ഉലമാക്കളൊക്കെയും ഹദീസിനെ നമുക്ക് കാണിച്ചു തന്നത്. ഖുർആന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്, ഹദീസിന്റെയും സ്ഥിതി ഇത് തന്നെയാണ്. ആ മഹാന്മാരിൽ നിന്ന് അത് കൈമാറി കിട്ടണം. അവരിലൂടെ അതിന്റെ യഥാർത്ഥം അവർ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. അവരതിനെ ഫിഖ് ചെയ്യും. അങ്ങനെ അതിനെ മനസ്സിലാക്കുമ്പോൾ അത് ഖുർആൻ സുന്നത്തിനെ മനസ്സിലാക്കലാണ്. അവനാണ് യഥാർത്ഥത്തിൽ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ. മദാഹിബിന്റെ ഉലമാക്കൾ, ഫുഖഹാക്കൾ എന്താണോ ഖുർആൻ സുന്നത്ത് ഇവിടെ പഠിപ്പിച്ചു തന്നത് അതിനെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതാണ് ദീൻ. അതാണ് ദീൻ. ഖുർആനിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യേണ്ടതുണ്ട്. അല്ലദീന യസ്തംബിതുൽ അലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. ഖുർആനിനെ ഇസ്തിംബാത്ത് ചെയ്യേണ്ടതുണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എന്തിനാ ഇസ്തിംബാത്ത് ചെയ്യുന്നത്? വൽ മൻസൂസു ലാ യുഹ്താജു ഇല ഇസ്തിംബാത്തിൻ. നസ്സായി പറഞ്ഞൊരു കാര്യത്തിന് പിന്നെ ഇസ്തിംബാത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഫസബത ബിദാലിക അന്ന മിനൽ അഹ്കാമി മാ ഹുവ മൂദഉൻ ഫിൻ നസ്സി. ഫസബത ബിദാലിക അന്ന മിനൽ അഹ്കാമി മാ ഹുവ മൂദഉൻ ഫിൻ നസ്സി യുഹ്താജു ഇലാ ഇൽമിഹി അൽ ഇസ്തിംബാത്തി വൽ ഇസ്തിദ്ലാൽ. നസ്സിന്റെ ചുരുളുകളിൽ കിടക്കുന്ന ഒരുപാട് അഹ്കാമുകളുണ്ട്. അതിനെ മനസ്സിലാക്കണമെങ്കിൽ ഇസ്തിംബാത്ത്, ഇസ്തിദ്ലാൽ ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ നസ്സായി പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. നസ്സ് പറയുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാവൂലേ? അതെല്ലാം പറഞ്ഞുകൊണ്ട് വഹയ് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കേണ്ടി വരൂലേ? അതിൻ്റെ ആവശ്യമില്ല. അതാണ് അൽയൗമൽ അക്മൽതു ലക്കും ദീനക്കും. അത് അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആ അടിസ്ഥാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാകും. അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ഏത് കാലഘട്ടത്തിൽ എന്താവശ്യം വന്നാലും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു മാർഗം. ഈ ഒരു രീതിയെ ഇതിനെ പിൻപറ്റുന്നവർ അത് നമ്മൾ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെയും ആ പേരിൽ, ഖുർആൻ സുന്നത്തിന്റെ പേരിൽ അവരുടെ തോന്നിവാസം പറയുന്നവരാണ്. അവർ ചിലത് മനസ്സിലാക്കി വെക്കുന്നു. അതിനനുസരിച്ച് ഖുർആനിനെ, സുന്നത്തിനെ അവർ അതിലേക്ക് ചേർത്തി കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആനിനെ, പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്തും ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഉൾക്കൊള്ളുന്നിടത്തും ഈ ഒരു പാരമ്പര്യം സൂക്ഷിച്ചുകൊണ്ടേ പോവണം. അതാണ് സിറാത്തുൽ മുസ്തഖീം. അത് വിട്ട് കളിക്കുന്നവൻ ആരാണെങ്കിലും അതൊക്കെയും ദലാലത്തിലേക്കുള്ള വഴിയാണ്. നമുക്കറിയാം, നമസ്കാരം 3 വക്താന്ന് പറഞ്ഞവരില്ലേ? ഇല്ലേ? നമസ്കാരം എന്താ തെളിവ്? നിസ്കാരം 3 വക്താക്കാൻ എന്താ തെളിവുണ്ടായത്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. നിങ്ങളെവിടെ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. എടപ്പാള് ഭാഗത്തുനിന്ന് മുന്നൊരുക്ക കാണാതെ പോയാളെ, മനസ്സിലായോ? കാണാതെ പോയാള് അദ്ദേഹം എന്താ അയാളെ പാർട്ടിന്റെ പേര്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അയാൾ പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടത്. ഇവിടെ ഒരു വിഭാഗം, ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെ വരും. ഒരുപാട് വിഭാഗങ്ങൾ ഈ ഉമ്മത്തിൽ വരും. ഹത്താത്തബുക്കാഫിർഖത്താനി, 2 വിഭാഗം അക്കൂട്ടത്തിൽ വരും. അതാ ഒന്നാമത്തേത്. അവർ ഒരു വിഭാഗം പറയുമെന്ന്, മാ ബാലു ഹാദിഹി സ്വലവാത്തിൽ ഖംസ്. എന്താണ് ഈ 5 വക്ത് നമസ്കാരം? ലഖദ് ളല്ല മൻ കാന ഖബ്ലനാ, മുൻഗാമികളൊക്കെയും പിഴച്ചു പോയിരിക്കുന്നു. ഇതേ വാക്ക് കടെടുത്തിട്ടല്ലേ ഇപ്പൊ ഉപയോഗിക്കുന്നത്? ലഖദ് ളല്ല മൻ കാന ഖബ്ലനാ ഇന്നമാ ഖാല അല്ലാഹു, അല്ലാഹു ഖുർആനിൽ തെളിവത്രയുള്ളൂ. എത്രേ പറഞ്ഞിട്ടുള്ളൂ? അഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ലാ തുസല്ലു ഇല്ലാ സലാസ. 3 വക്തല്ലാതെ നമസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ വരും എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹാക്കിം ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്.
അത് കൃത്യമായി സംഭവിക്കുന്നു. പലരും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെതായ ഒരു വഴിയുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത്? അത് മുസ്ലിമീങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. അതന്നെ അതിൻ്റെ തഫ്സീർ. അത് വിട്ട് കളിച്ചപ്പോൾ നമസ്കാരത്തിൽ 2 വക്തിന് ഖുർആൻ സുന്നത്തിൽ തെളിവില്ല. പ്രമാണല്ല. എന്തിന് 2 വക്ത് നമസ്കാരങ്ങൾക്ക് ഏതില്ല? പ്രമാണത്തിൽ തെളിവില്ല, അടിസ്ഥാനമില്ല, ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടിയതാണ് നമസ്കാര്. ഇപ്പൊ തിരിഞ്ഞോ? ദീനില്ലാത്തത് കടത്തിക്കൂട്ടിയതാണ്. ഇതല്ലേ ആ പറയുന്നതിൻ്റെ അർത്ഥം? അത് എല്ലാ കാര്യങ്ങളിലും ഒരു പാരമ്പര്യം അടിസ്ഥാനപരമായി നമുക്കുണ്ട്. അത് വിട്ട് കളിക്കുമ്പോൾ ഈ യാതിയുള്ള ലലാലാത്തുകൾ വിളിച്ചു പറയും. അതിന് പേരെന്തായിരിക്കും? ഖുർആനും സുന്നത്തൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് അത് സൂക്ഷിച്ചു കൊള്ളണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറഞ്ഞതിന്റെ ശേഷം അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാതെ എല്ലാം കൃത്യമാക്കി പറയുന്നതിന് വേണ്ടി അതാ അടയാളം, അതിന്റെ പിന്നാലെ അങ്ങനെ പോയിക്കോ, നീ ഖുർആൻ സുന്നത്തിലാണ് പോകുന്നത്, അത് സിറാത്ത് മുസ്തഖീമാന്നാ പറഞ്ഞത്. ആർക്കും ഇവിടെ ഒരു അവ്യക്തതയുമില്ല. മഹാന്മാരായ സഹാബത്തിന്റെ അവസാന കാലഘട്ടം മുതൽക്കാണ് ഇതിലൊക്കെയും വ്യതിയാനം തുടങ്ങിയത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലുണ്ടായ പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി 2 പേരെ വിധികർത്താക്കളായി നിശ്ചയിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും വിധികർത്താക്കളായി നിശ്ചയിച്ചു. പ്രശ്നത്തിൽ, തർക്കത്തിൽ അവരൊരു പരിഹാരം കണ്ട് അവരെടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കുക. ഇത് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നിരുന്ന ഖുർആൻ പണ്ഡിതന്മാർ, അവരുടെ പേരെങ്ങനെയാണ്? ഖുർആൻ പണ്ഡിതന്മാർ. എല്ലായിടത്തും അത് തന്നെയാണ് പ്രയോഗം. ചില ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് ലഖദ് ഹക്കംത യാ അലി ഫീ ദീനില്ലാഹി റിജാൽ. അലിയെ വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമുള്ളതാണ്. നോക്ക് നിങ്ങൾ, വിധി കൽപ്പിക്കാനുള്ള അർഹത ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്നാണല്ലോ. അതുകൊണ്ട് വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അല്ലാഹു അല്ലാതെ സൃഷ്ടികളിൽ 2 ആളുകളെ വിധി കൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതിലൂടെ അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടത് ആർക്ക് വകവെച്ചു കൊടുത്തു? സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ശിർക്ക് ചെയ്തു. ആര്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അലി റളിയല്ലാഹു അൻഹും കൂടെയുള്ള സഹാബിമാരൊക്കെയും മുആവിയ റളിയല്ലാഹു അൻഹും കൂടെയുള്ള സഹാബിമാരൊക്കെയും എല്ലാവരും ശിർക്ക് ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി മുശ്രിക്ക് ശിർക്ക് അവർ ആരോപിക്കാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാനാ ഭാഗത്തു നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പറയും, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടത്, മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇന്ന് പല സ്റ്റേജുകളിൽ നിന്നും ഈ ഉമ്മത്തിന് നേരെ നമ്മൾ കേൾക്കാറുള്ള ആയത്തുകൾ അന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഓതി. അലി റളിയല്ലാഹു അൻഹുവിനെ കൈമലർത്തി ഇങ്ങനെ പറഞ്ഞു അത്രേ, എന്താണത്? ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. അതെ, വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അതിലാർക്കും ഇവിടെ തർക്കമില്ല. പക്ഷേ ഇവിടെ അത് പറയുന്നത് ബാത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് ഹക്കായ ഒരു വചനമാണ്, ബാത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതന്നെ ഒന്നും നടക്കുന്നത്. ആരാധന അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ഇവിടെ ആർക്കും വലിയ തർക്കമില്ല. പക്ഷേ അതിനെ കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, അതിൻ്റെ ആവർത്തനമാണ് ഈ നടക്കുന്നത്. അന്ന് ഖവാരിജ് തുടങ്ങി വെച്ചത് ഏത് വാദമുഖമാണോ, ഏത് അടിസ്ഥാനത്തിൽ നിന്നാണോ, അതാണ് പിൽക്കാലത്ത് ബിദ്അത്തിന്റെ കക്ഷികൾ മുഴുവനും പിന്തുടർന്നു പോകുന്നത്. അത് കർണൻ ഫകർനായി നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തലമുറകളായി വിവിധ പേരിൽ ഇവിടെ വരും. അടിസ്ഥാനമൊക്കെ ഒന്നായിരിക്കും. അവിടെ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുമായി ഒരു സംവാദത്തിന് പോയി, ഖവാരിജുകളുമായി സംവാദത്തിന് പോയി. അവരോട് പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ കാര്യമാണ്, വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമാണ്. അതിൽ സംശയമല്ല, തർക്കവുമില്ല. പക്ഷേ
ഇതിന് സമാനമായ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അതെന്താ? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, പ്രശ്നമുണ്ടായാൽ അള്ളാഹു നിശ്ചയിച്ചത് എന്താണ്? അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും വിധികർത്താക്കൾ നിശ്ചയിക്കാൻ പറഞ്ഞില്ലേ? അത് അള്ളാഹുവിനപ്പുറം, അള്ളാഹുവിനെ കൂടാതെ ഒരു വിധികർത്താവിനെ നിശ്ചയിക്കലല്ല, മറിച്ച് അള്ളാഹുവിനെ കൊണ്ട് നിശ്ചയിക്കലാണ്. അള്ളാഹുവിനെ കൂടാതെ നിശ്ചയിക്കലല്ല, അത് ശിർക്കല്ല. ഇഹ്റാമിലിരിക്കുന്ന സമയത്ത് വേട്ടയാടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും വേട്ടയാടിക്കഴിഞ്ഞാൽ വേട്ടയാടിയത് എത്ര ചെറിയൊരു ജീവിയാണെങ്കിലും അതിന് പകരമായി മറ്റൊരു മൃഗത്തെ അറുക്കണം, അല്ലെങ്കിൽ അതിന് സദ്ദാനമായി ചെയ്യണം. അതെങ്ങനെ വേണം? ഇയാൾ കൊന്നുകളഞ്ഞ ജീവിയോട് സമാനമായതാണ് ഇയാൾ പിഴയായി നൽകുന്നത് എന്നത് ആരാ തീരുമാനിക്കേണ്ടത്? യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, രണ്ടാളുകളെ നിശ്ചയിച്ച് അവർ വിധി പറയട്ടെ. അല്ലേ? ഒരാട്ടിൻകുട്ടിനെ ഒരാൾ കൊന്നാൽ, അല്ലെങ്കിൽ മറ്റൊരു ചെറിയ ജീവിയെ ഒരാൾ കൊന്നാൽ, ഇഹ്റാമിലിരിക്കുമ്പോൾ കൊന്നാൽ, അവിടെ വിധി കൽപ്പിക്കാൻ രണ്ടാളുകളെ നിശ്ചയിക്കാമെങ്കിൽ ഹുർമത്ത് ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ ഹുർമത്ത് ഇതിനേക്കാൾ ആളമല്ലേ? അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ രണ്ടാളുകളെ നിശ്ചയിക്കൽ അള്ളാഹുവിനപ്പുറം, അള്ളാഹുവിനെ കൂടാതെ ശിർക്കായ നിലക്കുള്ള നിശ്ചയിക്കലല്ല, അള്ളാഹുവിനെ കൊണ്ടുള്ള നിശ്ചയമാണ്. അത് ശിർക്കിന്റെ പരിധിയിൽ വരികയില്ല എന്ന് കാണിച്ചു കൊടുത്തു. അപ്പൊ 4000-ഓളം ആളുകൾ തൗബ ചെയ്തു പോന്നു, ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്നു. അതല്ലേ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടിസ്ഥാനം നോക്കും. ഇതിങ്ങനെ ആവർത്തിച്ചു വന്നു. എൻ്റെ സമയം പറയണം കേട്ടോ. ആവർത്തിച്ചു വന്നു. ചരിത്രത്തിൽ ഇതിൻ്റെ ആവർത്തനം പലപ്പോഴും ഉണ്ടായി. ഖവാരിജ് ശിർക്ക് ആരോപിക്കാൻ വേണ്ടി എന്താണോ അടിസ്ഥാനമായി സ്വീകരിച്ചത് അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ ഖൽഖുൽ ഖുർആനിന്റെ പ്രശ്നം, മുഅ്തസിലത്തിന്റെ വാദമുഖങ്ങൾ ഖുർആൻ സൃഷ്ടിയാണ് എന്നവർ തീരുമാനിച്ചു. ഖുർആൻ സൃഷ്ടിയാണ്. ആ ഖുർആൻ സൃഷ്ടിയാണെന്ന് അംഗീകരിക്കാത്തവരൊക്കെയും ആരാണ്? ശിർക്ക് പറഞ്ഞവരാണ്, ശിർക്ക് വെക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് ഉലമാക്കൾ അവർ കൊന്നുകളഞ്ഞു. ഒരുപാട് ഉലമാക്കൾ. ബഹുമാനപ്പെട്ട ഇമാം അബൂ യാക്കൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ, ആ ബുവൈത്തിയുടെ മുഖത്ത് നോക്കി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അമ്മാ അൻത ഫതമൂതു ഫിൽ ഹദീദ്, ബുവൈത്തി നിങ്ങൾ ചങ്ങലയിൽ കിടന്നാണ് മരണപ്പെടുക എന്ന് പറഞ്ഞു. കാലഘട്ടങ്ങൾ കഴിഞ്ഞു. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട റബീ തന്റെ ശിഷ്യനായ റബീനെ വിളിച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്തേക്ക് പോകണം, ബഗ്ദാദിലേക്ക്. ഖുർആനിന്റെ കാര്യത്തിൽ വലിയ പരീക്ഷണം നേരിടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് അംഗീകരിച്ചു കൊടുക്കരുത്, ഉറച്ചു നിൽക്കണമെന്ന് തങ്ങളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വിവരം പറഞ്ഞയച്ചു. ലബീജ് എന്നിട്ട് ഈ വിവരം പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ തട്ടിക്കിടക്കുന്ന കമീസ് ഊരിയിട്ട് സമ്മാനമായി കൊടുത്തു. സന്തോഷ വാർത്തല്ലേ? അല്ലേ? ഖുർആനിന്റെ കാര്യത്തിൽ വലിയ പരീക്ഷണം, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാവലാളനായി ഉറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിക്കുന്നത് ആരെയാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉറച്ചു നിന്നാൽ വലിയൊരു കബൂൽ അള്ളാഹു നിങ്ങൾക്ക് തരും അതിൻ്റെ പിന്നിൽ എന്ന് സന്തോഷ വാർത്ത. അതിന് സമ്മാനമായ കമ്മീസ് അങ്ങോട്ട് കൊടുത്തു. കമ്മീസും കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഷാഫി ഇമാം എന്ത് പറഞ്ഞു? കമ്മീസ് എനിക്ക് വേണമെന്ന് ഞാൻ പറയണില്ല, പക്ഷെ അതൊരു കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഒന്നും കൊണ്ടാന്ന് പറഞ്ഞു. ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അങ്ങനെ അവരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് കണ്ടോ? അവരൊക്കെ കൊണ്ടു നടന്ന ദീനാണ്. ആരാപ്പാ പറയണത്? ഇതിനേക്കാൾ അപ്പുറം ഒരു ദീനും ഇതൊന്നും ഇല്ല. അവരൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. കണ്ടില്ലേ?
അതേ പ്രകാരം സംഭവിച്ചു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന് സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ചരിത്രങ്ങളൊക്കെ വിശാലമാണ്. ഇതൊക്കെ നല്ലോണം കൃത്യമായി വായിക്കണം. അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കണം. അഹ്മദ് റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കണം. കണ്ണ് നിറയും. ഇന്ന് ആശയം പറയാനും ആദർശം മുറുകെ പിടിക്കാനും പലർക്കും പ്രയാസമാണ്. നീക്കുപോക്ക് സുന്നിയാണിപ്പോൾ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ആ അഴകുഴമ്പൻ സുന്നിയൊക്കെ മതി. അതല്ല ശംസുൽ ഉലമ നമുക്കിവിടെ കാണിച്ചു തന്നത്. അതിലൊക്കെ ഒരു ഉറപ്പുണ്ട്. അതാണ് അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. ഈ നിലക്കുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴും അനങ്ങിയില്ല ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു. അടിച്ചടിച്ച് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നല്ല, ജയിൽ മോചിതനായി വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് ജീവനറ്റ ഇറച്ചി കഷ്ണങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടു. അത്രയും അടിച്ചു. അടിയുടെ ഊക്കുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഇറച്ചി കഷ്ണങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ടത് മുറിച്ചു മാറ്റപ്പെട്ടു. എന്നിട്ടും വിട്ടിട്ടില്ല. അങ്ങനെയാണ് അതൊക്കെ കൈമാറി തന്നത്. അള്ളാന്റെ റസൂല് ഏൽപ്പിച്ച ഒരു വസിയത്താണത്. വെറുതെ ഒന്നല്ല നമുക്കിത് ഇങ്ങനെ കിട്ടിയത്. നമുക്കിപ്പോൾ അത് കൊണ്ടുനടക്കാൻ വലിയ പ്രയാസമാണ്. മറ്റുള്ളവർക്ക് പലർക്കും ഇഷ്ടപ്പെടൂല. നമ്മളാണിപ്പോൾ ദീനിൻ്റെ ആളുകളാനോ. ദീന് കൊണ്ടുനടക്കേണ്ടവരൊക്കെ നമ്മൾ തന്നെയാണ്. ഇനി വേറെ ആളുകൾ വരാണ്ടോ? നമുക്കതിനൊന്നും കഴിയണില്ല. ഇതെങ്ങനെ നമുക്ക് കൈമാറി കിട്ടിയത്? ഉത്തരം പറയേണ്ടി വരും. ഈ ദീന് കൊണ്ട് കളിക്കരുത്. ഉത്തരവാദിത്തമുണ്ട്. പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് മുറുകെ പിടിക്കണം. അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ, വേറൊരാവശ്യത്തിനു വേണ്ടിയല്ല, ആരെയും തോൽപ്പിക്കാനല്ല, ആർക്കും വിജയിക്കാനുമല്ല. അള്ളാഹിൻ്റെ ദീനിൻ്റെ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇത് നമ്മളിട്ട് കളിച്ചാൽ പിന്നെ ഞാൻ അടുത്ത തലമുറക്ക് കിട്ടാൻ പോണത് എന്താ കിട്ടാൻ പോണത്? എന്തായിരിക്കും അടുത്ത തലമുറയുടെ സ്ഥിതി? ആദർശത്തിൽ നമുക്കൊക്കെ വലിയ വലിയ പ്രയാസങ്ങൾ കൊണ്ടു നടക്കാൻ നമ്മളെ സ്ഥിതി എന്താ? നമ്മൾ ആ ദീനിന്റെ വാഹകർ. ഇമാം അബൂ യാക്കൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ബഗ്ദാദിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ എടുത്താൽ പൊന്താത്ത, ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ശരീരം ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട റബീ എന്നവർ ജയിലിൽ പോയി സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ച റബീ പറയുന്നുണ്ട്. ചങ്ങലയിൽ കിടന്ന് ജയിലിൽ കിടന്ന് മരിച്ചു ഇമാം അബൂ യാക്കൂബ് അൽ ബുവൈത്തി. എന്താ കാര്യം? ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയണം. അത് പറയാത്തവരൊക്കെയും മുശ്രിക്കുകളാണ്. മഅ്മൂനിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ പ്രശ്നം ശക്തമാകുന്നത്. മഅ്മൂൻ ബഗ്ദാദിലേക്ക് കൊടുത്തയച്ച ഒരു കത്തുണ്ട്. ബഗ്ദാദിലെ ഗവർണർക്ക് മഅ്മൂൻ രാജാവ് കൊടുത്തയച്ച കത്തുണ്ട്. ഈ കത്തിന്റെ പൂർണ്ണ രൂപം ഇമാം തബരി താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ മഅ്മൂൻ ഉപയോഗിച്ച പദങ്ങളുണ്ട്. ഈ നിലക്കുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും ഖുർആൻ സൃഷ്ടിയാണെന്ന് അംഗീകരിക്കാത്തവർ മുഴുവനും മുശ്രിക്കുകളാണെന്ന് ആരോപിച്ചുകൊണ്ട് മഅ്മൂൻ എഴുതി വെച്ച പദങ്ങളുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നേരെ നോക്കി ശിർക്കും കുഫറും പ്രസംഗിക്കുന്നവരുടെ നാവിൽ നിന്ന് വരുന്ന പദങ്ങൾ അത് അതിൻ്റെ അതേ ആവർത്തനമാണ്. മഅ്മൂൻ എന്ന് എഴുതി വെച്ച ആ പദങ്ങളുടെ അതേ ആവർത്തനം, ബിഹർഫിഹി, അതിൻ്റെ ആവർത്തനമാണ്. അഹ്ലു ജഹാലത്തിൻ വഅമൻ അനില്ലാഹി സുബ്ഹാനഹു വതആല വളലാലത്തിൻ അൻ ദീനിഹി വഹഖീഖത്തി തൗഹീദിഹി. ഈ അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അള്ളാഹുവിനെ കുറിച്ച് വിവരമില്ലാത്തവരാണ്, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പഠിക്കാത്തവരാണ്. വളലാലത്തിൻ അൻ ഹഖീഖത്തി ദീനിഹി വതൗഹീദിഹി, അള്ളാഹുവിന്റെ തൗഹീദിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാത്തവരാണ്. അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തുടങ്ങി ഒരുപാട് പദങ്ങൾ അതിൽ കാണാൻ കഴിയും. അവർ സുന്നികളെന്ന് അവകാശപ്പെടുന്നു. അവർ സുന്നികളെന്ന് അവകാശപ്പെടുന്നു. അവർ സുന്നികളല്ല. മഅ്മൂൻ എഴുതി വെച്ചതാണത്. അൽ മൻഖൂസൂന മിന തൗഹീദി, തൗഹീദ് പൂർണ്ണമായി ഉൾക്കൊള്ളാത്തവരാണ് അവർ. മഅ്മൂനിന്റെ വാക്കാണത്. വവസഫു ഖൽഖല്ലാഹി വഫിഅലഹു ബിസ്സിഫത്തി അല്ലതി ഹിയ ലില്ലാഹി വഹദഹ. ഇതാണ് നമ്മുടെ വിഷയം. വവസഫു ഖൽഖല്ലാഹി വഫിഅലഹു ബിസ്സിഫത്തി അല്ലതി ഹിയ ലില്ലാഹി വഹദഹ. മഅ്മൂൻ എഴുതിയതാണ്. അല്ലാഹുവിന്റെ കലാം ഖുർആൻ അത് സൃഷ്ടിയാണെന്ന് അവർ തീരുമാനിച്ചു. ആ കലാമിനെ സംബന്ധിച്ച് ഖദീം എന്ന് സുന്നികൾ പറയുന്നു. അള്ളാഹുവിന്റെ കലാം അവന്റെ സിഫത്താണ്.
അതിനെ സംബന്ധിച്ചെന്ന് പറയുന്നു ഖദീം എന്ന് പറയുന്നു. ആ ഖദീമാകുന്ന കലാമിനെ സംബന്ധിച്ച് അവരെന്ത് തീരുമാനിച്ചു വെച്ചു? അത് സൃഷ്ടിയാണ്. അപ്പൊ സൃഷ്ടിക്ക് വകവെച്ചു കൊടുത്തു. ഏത്? സൃഷ്ടാവിന് മാത്രം അർഹതപ്പെട്ടത്. സൃഷ്ടാവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. വവസഫു ഖൽഖല്ലാഹി വഫിഅലഹു, അല്ലാഹുവിന്റെ സൃഷ്ടിയെ, അവന്റെ പ്രവൃത്തിയെ അവർ വസ്ഫ് ചെയ്തു. ബിസ്സിഫത്തില്ലതി ഹിയ ലില്ലാഹി വഹ്ദഹു, അല്ലാഹുക്ക് മാത്രം പറയേണ്ട വിശേഷണം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ഇതല്ലേ എന്ന് പറയുന്നത്? അല്ലേ? ഇത് മഅ്മൂൻ അന്ന് എഴുതിയതാണ്. അത് കോപ്പി അടിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇത് തന്നെയാണ് പണ്ട് ഖവാരിജും പറഞ്ഞത്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ആവർത്തനമാണ്, ആവർത്തനമാണ്. എന്താ കാരണം? എന്താ കാരണം? 12 5 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് നിർത്താനാണ് പറഞ്ഞത്. നിർത്തണം. ഇന്ന് ഇവിടെ ആവർത്തിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ന് നാം പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്ന തൗഹീദ്. എന്താണ് തൗഹീദ്? അത് മഹാന്മാരായ സ്വഹാബത്ത് മുതൽക്ക് നമുക്ക് കൈമാറി കിട്ടുന്ന ഒരു തൗഹീദുണ്ട്. അള്ളാഹുവിൻ്റെ പരമമായ അധികാരത്തെയും പരമമായ ശക്തിയെയും അംഗീകരിക്കലാണത്. പൂർണ്ണ അധികാരത്തെ അംഗീകരിക്കലാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനും യാതൊരു അർഹതയും സ്വന്തമായി ആർക്കുമൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിനെ കൊണ്ട് വിധികർത്താവിനെ നിശ്ചയിക്കൽ, അള്ളാഹുവിനപ്പുറം നിശ്ചയിക്കലല്ല എന്നിങ്ങനെ തുടങ്ങിയുള്ള തൗഹീദ്. ആ തൗഹീദിന് സ്വന്തമായ വ്യാഖ്യാനം നൽകി ശിർക്കിന്റെയും തൗഹീദിന്റെയും ഇടയിൽ സ്വന്തമായ മാനദണ്ഡം നിശ്ചയിച്ചു. അതെന്താണത്? അത് പലതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ഒരു വൃത്തമുണ്ടാവില്ല. ഒരിക്കൽ പറയണതല്ല, പിന്നെ ഒരിക്കൽ പറയാ. അതെന്താ? ഭൗതികം, അഭൗതികം, കാര്യകാരണ ബന്ധം, അധീനം, അതീതം. ചിലപ്പോൾ പറയും മനുഷ്യ കഴിവ്, ചിലപ്പോൾ പറയും സൃഷ്ടി കഴിവ്. ഇതൊക്കെ വ്യത്യാസമല്ലേ? അല്ലേ? അങ്ങനെ തൗഹീദിൽ ഇങ്ങനെ അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2012 മുതലിന് മുമ്പ് ഒരു തൗഹീദ്, അതിന്റെ ശേഷം ഒരു തൗഹീദ്. കാലത്ത് പറയുന്നതല്ല വൈകുന്നേരത്തെ തൗഹീദ്. എന്താ ഇതിന്റെ കാരണം? സ്വന്തമായി തൗഹീദിൽ ഗവേഷണം നടത്തി. സ്വന്തമായി ഗവേഷണം നടത്തിയപ്പോൾ പലർക്കും പലതല്ലേ കിട്ടുക. കൈമാറി കിട്ടിപ്പോകുന്ന ഒരു മാനദണ്ഡമുണ്ട്, അത് കൃത്യമാണ്. ആ ഒരു നിലവാരത്തിൽ, നിലപാടിൽ ഉറച്ചു നിൽക്കാതെ സ്വന്തമായി തൗഹീദ് ഉണ്ടാക്കിയപ്പോൾ ഒരിക്കൽ ആലോചിച്ചപ്പോൾ കിട്ടിയതല്ല, വേറൊരിക്കൽ ആലോചിച്ചപ്പോൾ കിട്ടുന്നത്. ഒരുത്തൻ ആലോചിച്ചതല്ല, വേറൊരുത്തൻ ആലോചിച്ചപ്പോൾ കിട്ടിയത്. ഓരോ പാർട്ടിക്കാരനും സ്വന്തം സ്വന്തം തൗഹീദുകളായി, ഇങ്ങനെ പല തൗഹീദുകളായി പരസ്പരം കടിച്ചു കീറുകയാണ് ഇപ്പോൾ. ഇത് കാഴ്ചയല്ലേ? എന്തിൻ്റെ പേരിലാണ് ഈ തല്ല്? എന്തിൻ്റെ പേരിലാണ് ഈ തല്ല്? തൗഹീദിൽ അഭിപ്രായ വ്യത്യാസമോ? തൗഹീദിൽ മാറ്റോ? ഇതെങ്ങനെ സംഭവിക്കും? തൗഹീദ് അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ കൂട്ടരെ? ഇതാർക്കാ മനസ്സിലാക്കാൻ കഴിയാത്തത്? അള്ളാഹ്ക്ക് നേരം വെളുക്കുമ്പോൾ ഒരു തൗഹീദും വൈകുന്നേരം ആകുമ്പോൾ വേറെ തൗഹീദുവാ. തൗഹീദിൽ എങ്ങനെ മാറ്റം വരുന്നത്? തൗഹീദിൽ ഗവേഷണോ? തൗഹീദിൽ ഗവേഷണോ? അതെങ്ങനെ സാധ്യമാകും? അപ്പൊ എന്താണ് തൗഹീദിന്റെ ഗൗരവമെന്ന തിരിച്ചറിവ് പോലുമില്ല. ദീനിലെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇട്ടുകൊണ്ടല്ലേ അമ്മാനമാടി കളിക്കുന്നത്. ഇബാദത്തിന് സ്വന്തമായ മാനദണ്ഡമുണ്ടാക്കി. അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ, നമുക്ക് ഇമാമുമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നിൽക്കണം. അത് നിൽക്കാതെ സ്വന്തമായി തൗഹീദിനും ഷിർക്കിന്റെയും ഇടയിൽ മാനദണ്ഡം സൃഷ്ടിച്ചെടുത്തു. ഒരടിസ്ഥാനവുമില്ല, ഒരടിസ്ഥാനമില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാണ്. എന്താ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മെ സംബന്ധിച്ചോളം കൃത്യമാണ്. മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ചു, ഫി ഉമൂരിനാ കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് മാത്രമാണ് നാം സഹായം തേടുന്നത്. എല്ലാ കാര്യങ്ങളിലും ആത്യന്തികമായി അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ. അവിടെ ഭൗതികം, അഭൗതികം, കാര്യം, കാരണം, ബന്ധം, അധീനം, അതീതം, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും അത് അള്ളാഹുവിൻ്റെ മേലാണ് പൂർണ്ണമായ തവക്കുൽ. അതിൻ്റെ ശേഷം കാരണങ്ങൾ അവലംബിക്കാം. അതാണ് ദീൻ. കാരണങ്ങൾ പലതാണ്. അത് ഏത് കാര്യത്തിനാണെങ്കിലും ഭൗതികം അഭൗതികം എന്ന വ്യത്യാസമില്ലാതെ. അതേ സ്ഥാനത്ത് പുതിയ തൗഹീദുകാരെന്ത് ചെയ്തു? ഇയ്യാക നസ്തഈൻ. എന്താ അർത്ഥം? എന്താ അർത്ഥം നിങ്ങൾ പറയും? എന്താ പുതിയ ഇയ്യാക നസ്തഈൻ്റെ അർത്ഥം എന്താ? ആരും കേട്ടിട്ടില്ലേ? അഭൗതിക കാര്യങ്ങളിൽ നിന്നോട് മാത്രം, അല്ലേ? അഭൗതിക കാര്യങ്ങളിൽ
നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഏതിൻ്റെ അർത്ഥം? ഇയ്യാക നസ്തഈൻ്റെ അർത്ഥം. ആ ഭൗതിക കാര്യങ്ങളോ അത് ഞങ്ങൾ നോക്കിക്കോളാം. അല്ലെ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ പറയും, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അഭൗതിക കാര്യങ്ങൾ നിന്നോട് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ. ഭൗതിക കാര്യങ്ങളോ അത് ഞങ്ങൾ നോക്കിക്കൊണ്ട്. അതല്ല ഭൗതിക കാര്യം നിന്നോട് മാത്രം എന്നാണോ? പിന്നെന്താ വ്യത്യാസം? രണ്ടാലെന്ന് പറയണം. എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു തഫ്സീർ? ഖിയാമത്ത് നാൾ വരെ, ഈ ആയത്ത് ഇറങ്ങിയത് മുതൽക്ക് ഇന്നേ വരെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരാൾ ഇവർ ഈ പറയുന്ന ഒരു തഫ്സീർ പറഞ്ഞത് ആർക്കെങ്കിലും കളിക്കാൻ കഴിയുമോ? പറയണം. മൂക്ക് കയറിട്ടിരുത്തണം, വിട്ടുകൊടുക്കരുത്. എവിടെ നിന്ന് കിട്ടി ഈ തഫ്സീർ? അള്ളാഹുവിന്റെ കലാം കൊണ്ട് കളിക്കേ. ഈ ഇയ്യാക നസ്തഈൻ മനസ്സിലാക്കി പോന്നതല്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ തലമുറകളൊക്കെയും. സഹാബത്ത് മുതൽക്ക് ഇന്നേ വരെ അഭൗതിക കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ഒരു തഫ്സീർ, ഒരൊറ്റ തഫ്സീർ, ഒരെണ്ണം മാത്രം ആധികാരികമായി കൊണ്ടുവരാൻ കഴിയുമോ? സാധ്യല്ല. സ്വന്തം വകയാണ്, സ്വന്തം വക മാനദണ്ഡമുണ്ടാക്കി അതിനനുസരിച്ച് ഖുർആനിനെ വക്രീകരിക്കുന്നു, ദുർവ്യാഖ്യാനം നടത്തുന്നു. അത് പോക്കറ്റിലേക്ക് തിരിച്ചു വെക്കുക. മുസ്ലിം ഉമ്മത്തിന് അതിൻ്റെ ആവശ്യമല്ല. അത് തൗഹീദല്ല. തൗഹീദ്, ഇബാദത്ത്, ശിർക്ക്, ഇയ്യാക നഅ്ബുദു ഇങ്ങനെ ചുരുട്ടിപ്പറിച്ചതുകൊണ്ടായില്ല. കൃത്യമായി പറയണം, വിട്ടുകൊടുക്കരുത്. ഒരൊറ്റ തഫ്സീർ ആധികാരികമായി ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അഭൗതിക കാര്യങ്ങൾ നിന്നോട് മാത്രം എന്ന് തഫ്സീർ നൽകിയ ഒരെണ്ണം സാധ്യല്ല. ഈ ആയത്തിന്റെ തഫ്സീർ കൊണ്ടുവരാൻ പറയണം. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ അനുവദിക്കരുത്. അവിടെ നിർത്തണം. അതോടെ അവസാനിക്കും. ആ ഗ്രൂപ്പ് കൊണ്ട് പൂട്ടും. ഉറപ്പാണ്. ആ ഗ്രൂപ്പ് കൊണ്ട് പൂട്ടും. കൊല്ലത്ത് ഞാൻ പൂട്ടിച്ചിട്ടുണ്ട്, നോയിക്കോളെ. ആ ഗ്രൂപ്പ് കൊണ്ട് പൂട്ടും, പിന്നെ കൊണ്ടൂല. അവിടെ നിന്ന് അപ്പുറം ചാടാൻ സമ്മതിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാനൊരു തർത്തീബ് അനുസരിച്ച് ഇങ്ങനെ കൃത്യമായി പറഞ്ഞു പോകുന്നില്ല, കാരണം സമയം വൈകിയപ്പോൾ തന്നെ എൻ്റെ എല്ലാം പോയിരിക്കണം. എന്നാലും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ ശ്രമിച്ചതിന് നന്ദിയും സന്തോഷം അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ മനസ്സിലാക്കാനും ആ യഥാർത്ഥ ആശയം ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ നേതൃത്വം, അതാണ് നമ്മുടെ ദീൻ, അതാണ് നമ്മുടെ ആശയം. അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനു വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.